എത്ര ഫുഡ് കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഫ്രണ്ടില്ലേ ഡെയിലി ഒരു ഫുൾ കുഴിമന്തി വെച്ച് കഴിച്ചാലും വണ്ണം വെക്കാത്ത ആ ഫ്രണ്ട്, ആൾക്ക് അയച്ചു കൊടുക്കാനുള്ള വീഡിയോ ആണേ. ഈ ബോഡി ബിൽഡിങ്ങിൻ്റെയും വെയിറ്റ് ഗെയിനിങ്ങിൻ്റെയും കാര്യം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ എഫേർട്സ് ഇടേണ്ടി വരുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ് എക്ടോമോർഫ്സ് എന്ന് പറയുന്നത്. അതായത് എത്ര കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല എന്നുള്ളൊരു പ്രകൃതക്കാർ. അപ്പോൾ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് വണ്ണം വെക്കാൻ വേണ്ടി കുറച്ചധികം ഫുഡ് കഴിച്ച് നോക്കിയാലും അതിൻ്റെ ഒരു റിസൾട്ടും ഇവരുടെ ബോഡിയിൽ കാണാറില്ല എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബേസിക് മെറ്റബോളിക് റേറ്റ് നല്ല ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റിൻ്റെ പെർസെൻറ്റേജും പിന്നെ മസിൽ മാസും ഇവർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് വേണ്ട പോലെ ഡയറ്റും വർക്കൗട്ടും പ്ലാൻ ചെയ്തില്ല എന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ബോഡിയിൽ കണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് മീൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അത്രയും പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ എപ്പോഴും സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെയാണ് നമുക്ക് ബോഡി ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നന്നായി റിസർച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഗൈഡൻസിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ഒരു 3 to 5 months ഒരു റുട്ടീനായി നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു വിസിബിൾ റിസൾട്ട് അപ്പോൾ തന്നെ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ പറയണേ.